യു ഡി എഫ് സർക്കാരിന് ആദ്യത്തെ പണി കാവൽ മന്ത്രി ഗണേഷ് കുമാർ വക. പുതിയ സർക്കാരിനെ അല്പം വെള്ളം കുടിപ്പിക്കുക മാത്രമല്ല KSRTCയെ രക്ഷിക്കാൻ കൂടിയാണ് കാവൽ മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്. KSRTCയിൽ നാളെ മുതൽ ജെൻഡർ ടിക്കറ്റ് ഏർപ്പെടുത്തിയാണ് സർക്കാരിന് ചെറിയ ഒരു പണി കൊടുത്തത്. സൗജന്യ യാത്രയുടെ പേരിൽ UDF കൊടുക്കാനല്ല, കോർപ്പറേഷനെയും ജീവനക്കാരെയും രക്ഷിക്കാനാണെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പടിയിറങ്ങും മുൻപ് ഗണേഷ് കുമാർ ടൈം ബോംബ് സെറ്റ് ചെയ്തെന്നൊക്കെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉദ്ദേശശുദ്ധി കൃത്യമാണ്. അധികാരത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ പുതിയ UDF സർക്കാരിന് ആദ്യത്തെ 8ന്റെ പണി കൊടുത്തുന്നതൊക്കെ നമുക്ക് ആലങ്കാരികമായി പറയാം. പക്ഷെ നടന്നത് എന്താണെന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF കൊട്ടിഘോഷിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അതാരും മറന്നിട്ടില്ലല്ലോ. ആ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനമാണ് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ഇപ്പോൾ ആ പദ്ധതിയുടെ ആദ്യ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗണേഷിന്റെ പുതിയ നീക്കത്തിലൂടെ. നാളെ മുതൽ KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റ് സംവിധാനം നടപ്പിലാക്കാൻ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. പടിയിറങ്ങുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി ആ ഉത്തരവിൽ ഒപ്പിട്ടിട്ടാണ് ഇറങ്ങിയത്. എന്താണ് ഈ ജെൻഡർ ടിക്കറ്റ്? സംഭവം ഒറ്റ നോട്ടത്തിൽ ലളിതമാണ്. നാളെ മുതൽ ബസ്സുകളിൽ ടിക്കറ്റ് അടിക്കുന്ന ഇലക്ട്രോണിക് മെഷീൻ കണ്ടിട്ടുണ്ടല്ലോ. യാത്രക്കാർ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് കണ്ടക്ടർമാർ പ്രത്യേകം ആ മെഷീനിൽ രേഖപ്പെടുത്തണം. വളരെ സിമ്പിളാണ്, കാര്യം നിസ്സാരം. സൗജന്യ യാത്ര നടപ്പിലാക്കണമെങ്കിൽ എത്ര സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന കണക്കെടുക്കാനാണ് ഈ പുതിയ പരിപാടി. കാര്യം നിസ്സാരമല്ലേ? എന്തെളുപ്പം. UDF ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് ഇതേ ഗണേഷ് കുമാർ ആയിരുന്നു. ഇത് നടപ്പിലാക്കിയാൽ വെറും 2 മാസം കൊണ്ട് KSRTCയും നാട്ടുകാരും വഴിയാധാരമാകുമെന്നായിരുന്നു അന്ന് ഗണേഷ് കുമാർ മന്ത്രിയുടെ മാസ് ഡയലോഗ്. ഇപ്പോൾ ഭരണം പോയി കാവൽ മന്ത്രിയായിരിക്കുന്ന ഈ അവസരത്തിൽ ധൃതി പിടിച്ച് ഈ കണക്കെടുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. മാത്രമല്ല ഈ ജെൻഡർ ടിക്കറ്റിലൂടെ ഭീമമായ സാമ്പത്തിക ബാധ്യത പുറത്തു കൊണ്ടുവരാൻ പറ്റും. നിലവിൽ KSRTCയിൽ പ്രതിദിനം യാത്ര ചെയ്യുന്ന 29 ലക്ഷം പേരിൽ 18 ലക്ഷത്തോളവും സ്ത്രീകളാണ്. ജെൻഡർ ടിക്കറ്റ് വഴി ഈ കണക്ക് കൃത്യമായി പുറത്തു വരുന്നതോടെ സൗജന്യ യാത്ര കോർപ്പറേഷൻ ഉണ്ടാക്കാൻ പോകുന്ന കോടികളുടെ സാമ്പത്തിക ബാധ്യത, യഥാർത്ഥ ബാധ്യതയുടെ ചിത്രം ജനങ്ങളുടെ മുന്നിലെത്തും. ഇത് പുതിയ സർക്കാരിന് മേൽ സമ്മർദ്ദം സൃഷ്ടിക്കും, ഒരു സംശയമില്ല. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറുമ്പോഴേക്കും ഈ വമ്പൻ ബാധ്യതയുടെ കണക്ക് അവരുടെ തലയിൽ വരും. വാഗ്ദാനം പാലിച്ചാൽ KSRTC എന്നേക്കുമായി കൂട്ടേണ്ടി വരും. വാഗ്ദാനം പാലിച്ചില്ലെങ്കിലോ നാണക്കേടുമാകും. ഇനി കണക്കുകൾ കണ്ട് ഭയന്ന് പദ്ധതി നടപ്പിലാക്കാൻ ഒന്നും മടിച്ചാൽ ജനങ്ങൾക്കിടയിൽ ആദ്യമേ തന്നെ വലിയ അവമതിപ്പുണ്ടാകും. ഗണേഷ് കുമാർ അന്ന് പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് ജനങ്ങൾ പറയും. ഗണേഷ് കുമാറിനെ പാടി പുകഴ്ത്തുകയും ചെയ്യും. ചുരുക്കത്തിൽ വാഗ്ദാന പെരുമഴയുമായി വരുന്ന പുതിയ സർക്കാരും ഗതാഗത മന്ത്രിക്കും അധികാരത്തിൽ കയറുമ്പോൾ തന്നെ തല പുകയ്ക്കാനുള്ള ഒരു കിടിലൻ ടൈം ബോംബ് വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഗണേഷ് കുമാർ പടിയിറങ്ങുന്നതെന്ന് വ്യക്തം.